വരട്ടെ. ജാസ്ചേട്ടനെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ജാസ്ചേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് ജാസ്ചേട്ടൻ ഒരു ഫെയിമിൽ എത്തിയിട്ട് വന്ന ഫ്രണ്ട്സ് അല്ല, സ്കൂളിൽ പഠിച്ചവരും അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ്, അങ്ങനെ പണ്ട് തൊട്ടേ കീപ്പ് ചെയ്യുന്ന ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഇത് ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നു. അതുപോലെ ഇപ്പം മ്യൂസിക്കിൽ പറയുകയാണെങ്കിൽ ജാസ്ചേട്ടൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ അവിടെ തുടങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാലുചേട്ടൻ, ഷാൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് മ്യൂസിക്കലി നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഫ്രണ്ട്സും ഉണ്ട് വളരെ ചെറുപ്പകാലം തൊട്ടേ. അപ്പോൾ ആ പഴയ ഫ്രണ്ട്സായി ചേർന്ന് എന്തെങ്കിലും ഒരു പുതിയ പ്രോഗ്രാമോ ഒരു വർക്കോ എന്തെങ്കിലും അങ്ങനെ മനസ്സിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കും? ഇത് എൻ്റെ ചോദ്യമല്ല, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജാസ്ചേട്ടനോട് ചോദിക്കണം. ആ പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് ആൽബംസൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി അങ്ങനെ ഒരു വർക്ക് എപ്പോഴായിരിക്കും? സൗഹൃദം ജാസ്തി സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ? സുഹൃത്തുക്കൾ ഒരുപാട്, സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്. സുഹൃത്തുക്കൾ വലിയ ദൗർബല്യമാണ്. സുഹൃത്തുക്കൾ ഒത്തിരി പേരെപ്പോഴും എൻ്റെ കൂടെ കാണും, 3-4 പേരെപ്പോഴും എൻ്റെ കൂടെ കാണും. അത് ഇപ്പോൾ തന്നെ രാജി അഭിരാം തന്നെ എൻ്റെ കൊളീഗായിരുന്നു, എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ വേറൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഈവനിങ്ങുകളിലെല്ലാം എല്ലാ പേരും എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നവർ ആ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലെത്തും. അങ്ങനെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ. അപ്പോഴും ഇവിടെ പണ്ട് മുതലേ ഉള്ളവരൊക്കെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വന്നിട്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുമ്പോഴത്തേക്ക് ആക്ച്വലി ഫ്രണ്ട് സർക്കിൾ വലിയ സ്ട്രോങ് ആണ്. പഴയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മ്യൂസിക്കലായിട്ടുള്ള ഫ്രണ്ട്സ് പഴയതിന് അത്രയും ഇപ്പോഴില്ല. ഇപ്പോൾ ആ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് എന്തെങ്കിലും ഒരു സംഗീത സൃഷ്ടിക്ക് വഴിയൊരുക്കുമോ എന്നുള്ളതാണ് രാജലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള സമയമുണ്ടോ? ആക്ച്വലി ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഈ പറയുന്നത് പോലെ സിനിമ കമ്പോസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ചെയ്തിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തൂടെ? ബാൻഡ് ഇപ്പം സാധാരണ നമ്മൾ ഗാനമേള പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്ന് വായിക്കുന്നു, ഒരു ബാൻഡ് പെർഫോം ചെയ്തൂടെ? അങ്ങനെ നമ്മുടെ വേറെ കുറച്ച് പാട്ടുകളും അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ്. അതിനൊക്കെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ സിനിമാ പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുകയാണെങ്കിൽ. ഹായ് ജാസി, ഫോർ ദ പീപ്പിളിനും അല്ലെങ്കിൽ സൂന അങ്ങനത്തെ ആൽബം സോങ്സിനും ഒക്കെ വളരെ മുമ്പ് തന്നെ തുടങ്ങിയതാണ് നമ്മുടെ സൗഹൃദം. പലപ്പോഴും ജാസി ഗിഫ്റ്റ് എന്നുള്ള അമേസിങ് പെർഫോമർ സ്റ്റേജിൽ നിന്ന് ഈവൻ ലിറിക്സ് പോലും ഇല്ലാതെ റൈറ്റ് ഫ്രം ദ ഹാർട്ട് പല വെസ്റ്റേൺ സോങ്സും പാടുന്നത് കൗതുകത്തോടെ കേട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ബാൻഡ് പെർഫോമിങ്സ് ഒക്കെ അതിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഒരുപാട് നല്ല ബാൻഡ്സ് ഉണ്ട്, അതേസമയം തന്നെ ഒരുപാട് ഈ വെപ്രാളക്കൂട്ടങ്ങൾ ധാരാളമുണ്ട്. ഈ ഒരു പുതിയ ട്രെൻഡിനെ കുറിച്ച് അത്രയും സീനിയോറിറ്റി ഉള്ളൊരു പെർഫോമർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത് പറയുന്നു? ബാൻഡുകൾ ഇപ്പോൾ ഒരു ഫാഷനായി മാറുന്നുണ്ടോ? അതെ, രവി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിൽ നല്ലത് ചെയ്യുന്ന ബാൻഡുകളുണ്ട്. ബാൻഡിൻ്റെ നമുക്കങ്ങനെ പലപ്പോഴും ആക്ഷേപിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ ഒരു ഫ്ലോ ഓഫ് മ്യൂസിക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുന്ന ബാൻഡുകളും ഇല്ലാതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൂടുതൽ പേരും സ്വന്തം പാട്ട് ഇറക്കി ഹിറ്റാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നല്ലതായിരിക്കും. പഴയ പാട്ടുകളെടുത്ത് വൃത്തികേടാക്കാതെ, പഴയ പാട്ടുകളെടുത്ത് പാടി ശരിയാക്കാതെ, പഴയ പാട്ട് പാടാതെ പുതിയ അവരുടെ ഓൺ കോമ്പോസ്. വെളിയിലത്തെ പറഞ്ഞാണ് കറക്റ്റ്. അറിയാൻ സ്ലിപ്പായി പോയതാണ്. അതെ, അപ്പോൾ ചില സത്യങ്ങൾ അങ്ങനെ സ്ലിപ്പായിട്ടേ വരുള്ളൂ. ഇല്ല, ആദ്യം എനിക്ക് തോന്നുന്നു ഈ സ്വന്തം പാട്ട് ഹിറ്റാക്കുന്ന ബാൻഡ് വന്നാലും നല്ലതായിരിക്കും. കാര്യം വെളിയിലത്തെ ബാൻഡുകളൊക്കെ കാണുമ്പോൾ എല്ലാം ഓൺ സോങ്സ് ആണ്. ഒരു ബാൻഡ് അങ്ങനെ ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ബാൻഡിന് സ്വന്തം ഒരു ആൽബം ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കേൾക്കാനുള്ള സമയമൊന്നുമില്ല ഒരു ബാൻഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഡാൻസ് ആൽബം ഒരു പ്ലാനിങ് ഉണ്ട്. സ്പീഡ് സന്യാസി എന്ന് പറഞ്ഞൊരു ബാൻഡല്ല, അത് ആക്ച്വലി ഒരു ഡാൻസ് ആൽബമാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എമിൽ രണ്ടുപേരോട് ചേർന്നാണത്. പ്രൈമറി വർക്ക്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നല്ലതായിട്ട് ചെയ്യണം. പെട്ടെന്ന് ചെയ്യണമെന്നില്ല. അല്ല, ജാസ്തിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കും, അതുകൊണ്ട് അത് നല്ലതായിട്ടേ ഇറക്കാൻ പറ്റും. അതെ, വലിയ വിമർശനങ്ങൾ. തീർച്ചയായിട്ടും.